കഴിഞ്ഞ ദിവസം ഞാനൊരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമ്മൾ ലുലു മോളിൽ പോയത് ഹൗസ് വാമിങ്ങിന് ഒരു ഗിഫ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട്. ആ ഹൗസ് വാമിംഗ് ആണ് കേട്ടോ ഇത് എൻ്റെ മാമൻ്റെ മോളാണ് കേട്ടോ. മാമൻ്റെ മോളുടെ പുതിയ വീടിൻ്റെ ഹൗസ് വാമിംഗ് ആണ്. രാവിലെ 7:15 7:30 ഇടയിലായിരുന്നു കേട്ടോ പാല് കാച്ച്. നമ്മളവിടെ ചെന്നപ്പോൾ ഗണപതി ഹോമം നടക്കുമായിരുന്നു. അപ്പോൾ രാവിലെ വരുമ്പോഴത്തേനും സെറ്റ് മുണ്ട് കൊടുക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ആൾ ഞങ്ങളോട്. അപ്പോൾ ഞങ്ങൾ സെറ്റ് മുണ്ടൊക്കെ കൊടുത്തിട്ടാണ് വന്നിട്ടുണ്ടെന്ന് വെച്ചത്. വീട് നല്ല അടിപൊളി വീടായിരുന്നു കേട്ടോ. മേളിലത്തെ പോർഷൻ വാടക കൊടുക്കാന്നുള്ള രീതിയിലാണ് പണിതേക്കുന്നത്. അടിപൊളി വീടാണ് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അവിടെ എക്സസ് ആയിട്ടുള്ള ഒന്നും തന്നെ പറയാനില്ല, എല്ലാം ആവശ്യത്തിന് യൂസ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് ചെയ്തേക്കുന്നത് കേട്ടോ. അങ്ങനെ പാല് കാച്ചലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇഡ്ഡലി സാമ്പാർ ചമ്മന്തി ആയിരുന്നേ. അത് കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ പോസ്റ്റ് ആയിരുന്നു. ഉച്ച വരെ ഞങ്ങൾ നല്ലോണം പോസ്റ്റ് അടിച്ച് അവിടെ വർത്താനൊക്കെ പറഞ്ഞ് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിള്ളേരാണെങ്കിൽ തന്നെ കുറച്ച് അലമ്പായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുവാണെങ്കിൽ അന്നത്തെ ദിവസം ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് നമ്മുടെ ഗൃഹനാഥ, പുതിയ വീടിൻ്റെ ഗൃഹനാഥ. എൻ്റെ മാമൻ്റെ മോളാണ് കേട്ടോ. 2 പെമ്മക്കളാണ്. മൂത്താളാണ് അത്, മൂത്താളുടെ വീടാണിത്. അതിനും ആദ്യം കൂടി പിന്നെ തകർത്ത് കളിയായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടൻ അവരുടെ കുറേ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നേ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വാങ്ങിയ ഗിഫ്റ്റ് കൊണ്ട് പോവാണ് അകത്തേക്ക്. അങ്ങനെ ഈ ഗിഫ്റ്റൊക്കെ കൊടുത്തു കഴിഞ്ഞ് പിന്നെ കുറേ നേരം നമ്മൾ പോസ്റ്റായി എന്ന് പറഞ്ഞില്ലേ, ആ നേരം നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു 2 കോഡ് സെറ്റ്. അതിനകത്ത് ഉണ്ടായിരുന്ന ഒരു കോഡ് സെറ്റാണ് കേട്ടോ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ക്രിസ്മസിനൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി കോട്ടൺ കോഡ് സെറ്റാണ് കേട്ടോ ഇത്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ അതിന് ഫ്ലാറ്റ് ആയിട്ടാണ്. അതിനെ ഉറക്കി അവിടെ മുറിയിൽ കിടത്തിയിട്ടുണ്ടായിരുന്നു. ഫർണിച്ചറൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അന്ന് വൈകുന്നേരമാണ് ഫർണിച്ചറൊക്കെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് കുഞ്ഞിൻ്റെ റൂമാണ് കേട്ടോ. അവർക്കൊരു മോളാണുള്ളത് കേട്ടോ, കിയാര. അവളുടെ റൂമാണ് ഇത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുത്തെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് നേരെ ചേച്ചിയുടെ വീട്ടിലേക്കാണ് വന്നത്. എൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ ഫുഡ് ബിരിയാണി ആയിരുന്നു കേട്ടോ. നല്ല സൂപ്പർ ഫുഡായിരുന്നു, പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ സദ്യയിൽ 2 വെച്ചിട്ടുണ്ടായിരുന്നു. വൃശ്ചിക മാസം ആയതുകൊണ്ടിട്ട് നോൺ വെജ് ഉണ്ടായിരുന്നു, വെജ് ഉണ്ടായിരുന്നു. അപ്പോൾ വെജിൽ നിന്ന് നമ്മൾ പരിപ്പായസം കുടിച്ചിട്ടുണ്ടായിരുന്നു, അതും അടിപൊളിയായിരുന്നേ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വന്നത് കിഴക്കമ്പലത്തേക്കാണ്. അവിടെയാണ് എൻ്റെ ചേച്ചിനെ കെട്ടിച്ചേക്കുന്നത്. അവിടെ കിഴക്കമ്പലം പള്ളിയുടെ പെരുന്നാളായിരുന്നു. പെരുന്നാളിന് നമ്മൾ ഇൻവൈറ്റ് ചെയ്തതാണ്. അപ്പോൾ അവിടെ വന്നിട്ട് സന്ധ്യയ്ക്ക് ആയപ്പോൾ തന്നെ നമ്മൾ പള്ളിയിലേക്ക് പോകുന്നു. പറയാതിരിക്കാൻ പറ്റില്ല, അടിപൊളിയിട്ട് എന്ത് രസമായിരുന്നു പള്ളി കാണാനായിട്ട്. ആ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സൂപ്പറായിരുന്നു. അകത്ത് കയറി പ്രാർത്ഥിക്കണമെന്നൊക്കെ വിചാരിച്ച് അകത്തേക്ക് കയറിയപ്പോൾ തന്നെ എൻ്റെ മോൻ അലമ്പി. അതിനുവാണെങ്കിൽ തീരെ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ വേഗം അവിടെ നിന്ന് പോകുന്നു. കുറച്ച് കളിസാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി കടയിൽ കയറിയപ്പോഴും ആൾ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കടമ്പ്രയാറാണ് കേട്ടോ പോയത് ഫുഡ് കഴിക്കാനായിട്ട്. നല്ല ഫുഡായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയിട്ട്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയുള്ളേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ബൈ.